ഞാൻ സുഷമാട്ട. ഞാൻ ഇന്നൊരു ബ്രേസർ അടിക്കാൻ പോവുകയാണ്. ഒരു ബ്രേസർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അതതിൻ്റെ സ്കെച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനതൊരു ഹാർബോർഡേ വെട്ടിയെടുത്ത സ്കെച്ചാണ്. ആ സ്കെച്ച് വെച്ചിട്ട് ഞാനിത് വരച്ച് വെട്ടാൻ പോവുകയാണ്. ഇത് വരച്ച് വെട്ടി നമുക്ക് സ്വന്തമായിട്ട് ഏറ്റവും നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന അത് ആ ബ്രേസർ തന്നെയാണിത്. ഞാൻ ബ്രേസർ കമ്പനി നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ബ്ലൗസിനും ചുരിദാറിനും ഒക്കെ നല്ലൊരു നല്ല കട്ടിങ്ങാണിത്. ഇത് ബ്രേസർ ഇത് നമുക്ക് വീട്ടിൽ തന്നെ അടിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്യുകയാണ്. എടുത്ത് മുടക്കിയിട്ട് ഈ തുണി ഞാൻ കട്ട് ചെയ്യുക. ഇത് കഫാണ്. ആദ്യം തന്നെ കഫാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആ കപ്പ് വരച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ പറ്റുന്നൊരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം. നല്ലൊരു മോഡൽ, നല്ല കോട്ടൺ തുണിയിലാണ് ഞാനിത് അടിക്കുന്നത്. നന്നായി അടിച്ച് നമുക്ക് തന്നെ വീട്ടിൽ അടിച്ച് ഉപയോഗിക്കാം നമുക്ക്. മാത്രമല്ല ഇതിൻ്റെ സ്കെച്ചുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളോ അതോ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലോ എന്നോട് ബന്ധപ്പെട്ടാൽ ഞാനിത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അതിനും കുഴപ്പമില്ല. അപ്പോൾ അതിന് ഞാൻ ചെറിയ പീസ് ഇടാക്കും. അതാണ് ഈ ബ്രേസർ. അതിൻ്റെ കപ്പാണ് ഞാനിപ്പോൾ വെട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു 36 ഇഞ്ചിൻ്റെ ബ്രേസറാണ് അപ്പം ഞാൻ വെട്ടുന്നത്. അതിൻ്റെ കപ്പാണിപ്പോൾ ഇത്. കപ്പ് വെട്ടിയെടുത്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഈ കപ്പ് ഇതിന് ഞാനൊരു ലൈനിങ്ങും കൂടി ഇടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ലൈനിങ് കൂടി ഇട്ടിട്ടാണ് അടിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ് വരയ്ക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡ് വരച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഒരു ബ്രേസർ ആയി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 20 മിനിറ്റോളം പോലും വേണ്ട ഒരു ബ്രേസർ അടിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. ഇത് കോട്ടൺ തുണിയാണ്. ബ്രേസർ അടിക്കുന്ന തുണി തന്നെയാണിത്. അതിനുവേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന തുണിയാണ്. ഇവിടെ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. നല്ല ബ്രേസറാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബ്രേസർ, അതിൽ യാതൊരു മാറ്റവും. ആ ബ്രേസറാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ സൈഡാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സ്കെച്ച് വെച്ച് വരച്ചിട്ടാണ് വെട്ടുന്നത്. ഇത് പഠിക്കുന്നവർക്ക് പഠിക്കണം. അതിൻ്റെ കൂടെ അവർക്ക് ആ സ്കെച്ചും കൊടുക്കണം. എങ്കിലേ അവർക്ക് കൊണ്ട് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്കെച്ചടക്കമാണ് ഞാൻ പഠിപ്പിച്ചിട്ട് കൊടുക്കുന്നത്. ഞാൻ അതിൻ്റേതായ പീസ് ഞാൻ ഈടാക്കുകയും ചെയ്യും. കപ്പ് രണ്ടും വെട്ടി. ഇനി നമുക്ക് അതിനൊരു ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കണം. കപ്പും സൈഡും വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈനിങ്ങും കൂടെ അതിന് വെട്ടിയെടുക്കണം. ഞാൻ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് അതതിന് ഇടാനുള്ള ലൈനിങ്ങാണ്. അതിൻ്റെ അകത്തിടാനുള്ള ലൈനിങ്ങാണ്. ഇനി നമുക്കിത് ഉണ്ടോ അതിൻ്റെ പുറത്തേക്കാൻ വെച്ച് കറക്റ്റാണ്. ഉണ്ടോ അതേ സ്കെച്ച് വെച്ച് തന്നെ വരച്ച് വെട്ടിയതാണത്. അതിൻ്റെ സൈഡും. ഇനി നമുക്കിതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഇതിന് കട്ടറിങ് എന്നാണ് പറയുക. അത് ബ്രേസറിനുള്ള ബക്കിളാണത്. ഒരു പൂവ്. ഇതൊരു പൂവാണ്. അതിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനുള്ളൊരു പൂവാണ്. ഉണ്ടോ ഫ്രണ്ടിൽ. അത് ഞാൻ ആ കട്ടറിങ്ങും പൂവും കൂടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തുണിയിൽ വെച്ച് നിങ്ങൾക്ക് നന്നായി കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് അളന്നെടുക്കുകയാണ്. അതിൻ്റെ സ്ട്രാഫായിട്ട് അളന്നെടുക്കുന്നതിന് നമ്മൾ 19 ഇഞ്ച് ഇടുന്നുണ്ട്. 19 ഇഞ്ച് അളന്നെടുക്കുകയാണ്. ആ സമയത്ത് 36 ഇഞ്ച് ബ്രേസറിന് 26 ഇഞ്ച് അടിയിലുള്ള ഇലാസ്റ്റിക് ഇടുന്നുണ്ട് ഞാൻ. 26 ഇഞ്ച് അടിയിലേക്കുള്ള ഇലാസ്റ്റിക് അടിപ്പടിയായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. 26 ഇഞ്ച്. 26 ഇഞ്ചിൽ ഞാൻ ഇലാസ്റ്റിക് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് സ്റ്റച്ച് എന്നാണ് പറയുക.
ഹൈലൈറ്റ് നമുക്ക് കൊളുത്ത്, ബ്രേസറിൻ്റെ കൊളുത്താണത്. അതിൻ്റെ ഇത് ടച്ച് ലേസ് എന്ന് പറയും, സൈഡിൽ കൂടെ വെക്കുന്ന. അത് ഞാൻ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, തയ്ക്കുന്ന സമയത്ത് പരിചയപ്പെടുത്തി തരാം. അത് ഇതിലേക്ക് കോർക്കുക, ഈ ബക്കിൾ കോർക്കുന്ന വിധം കാണിച്ചു തരികയാണ്. മിക്കവാറും ഉള്ളവർക്ക് അറിയും, അറിയാത്തവർക്കായിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മടക്കി അതിലൂടെ അടിയും കൊടുക്കും. എന്നിട്ട് അത് കോർത്തെടുക്കുന്നത് ഞാൻ തയ്ക്കാൻ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് വളരെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആ ശരീരത്തിൻ്റെ ഇതിനനുസരിച്ച് ഘടനയ്ക്കനുസരിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇത് ABC കഫിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. C സൈസ്, A സൈസ്, B സൈസ്, എല്ലാ സൈസും ഉണ്ട്. ഞാൻ ഇത് തയ്ക്കാൻ പോവുകയാണ്. ആ തുണിയുടെ പുറത്തൊരു തുണി വെച്ചുകൊണ്ട് അത് ഞാനങ്ങ് തയ്ക്കുക. അങ്ങോട്ട് കൂട്ടി അടിക്കുകയാണത്. ആ 4 തുണിയും കൂടെ ഒന്നിച്ച് ഞാനങ്ങ് വെച്ചു. അതായത് 2 കഫിൻ്റെ 2 നല്ല തുണിയും ലൈനിങ് അതിൻ്റെ അടിയിലും വെച്ചു. ലൈനിങ് 2 അടിയിൽ തന്നെ, മുകളിലാണ് കഫിൻ്റെ നല്ല തുണി വെച്ചടിച്ചിരിക്കുന്നത്. ഇനി അതങ്ങ് മറിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ തയ്യൽ തുമ്പ് നമ്മൾ കാണുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് അത് മറിക്കുന്നത്. എൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് നന്നായി അങ്ങ് മറിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ആ പൂവ് വെച്ചങ്ങ് അടിച്ചു. അപ്പോൾ ആ സെൻറ്ററിൽ ആ പൂവ് വന്നു. അതാ പൂ. ഇനി നമുക്ക് കഫ് കൂട്ടതാ. കഫ് ഇങ്ങോട്ട് ആ നല്ല തുണിയോട് ചേർത്ത് കപ്പ് വെച്ച് മേടിച്ച് മടക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെയും തയ്യൽ തുമ്പ് പുറത്ത് കാണത്തില്ല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല തുണി പുറത്തേക്കും ചീത്ത തുണി അകത്തേക്കും അങ്ങ് മടക്കി. അപ്പം നമുക്കത് നല്ലോണം കവർ ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ അടിക്കുന്നത്. ആ കഫ് നമ്മൾ കൂട്ടിപ്പിടിപ്പിച്ചെടുക്കുകയാണ്. 20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബ്രേസറാവും. അല്ല, അത് ഞാൻ മറിച്ച് കാണിച്ചു തരാം. പിന്നെ ഇപ്പുറത്തെ കഫും കൂടി അടിച്ചതിന് ശേഷം ഞാൻ മറിച്ച് നന്നായി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതും കൂടെ അടിച്ചേക്കട്ടെ. രണ്ടും കൂടി അടിച്ചതിന് ശേഷം മറിക്കുമ്പോഴാണ് അത് കാണാൻ ഭംഗിയുള്ളത്. ആദ്യം ഞാൻ മറിച്ച് കാണിച്ചു തരാൻ നോക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ച് അതും കൂടി അടിച്ചിട്ടാണെങ്കിൽ നന്നായി മറിച്ച് കാണിച്ചു തരാൻ പറ്റും. കപ്പ് കണ്ടോ, 2 കപ്പും കൂടെ കൂട്ടി യോജിപ്പിച്ചു. കപ്പ് 2ഉം അടിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം. സുഷമാസ് റെസിപ്പീസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. വെച്ചിട്ട് ഇനി നമ്മളിതിങ്ങനെ അതിൻ്റെ സൈഡ് വെച്ച് പിടിപ്പിക്കുകയാണ്. എളുപ്പത്തിൽ തീരാവുന്ന പണിയേ ഉള്ളത്.
നിങ്ങളെല്ലാവരും കാണണം. നമ്മളത് കവർ ചെയ്തടിക്കുകയാണ്. അതായത് അതിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല തുണി കൊണ്ട് തന്നെ ആ സൈഡിൻ്റെ പീസ് കൊണ്ട് തന്നെ അതങ്ങ് കവർ ചെയ്തടിക്കുക. കണ്ടോ? അപ്പോൾ ആ തയ്യൽ തുമ്പ് കാണത്തില്ല. അവിടെ ഒരു ലൈനിങ് വെച്ച് പിന്നെ നമുക്ക് അടിക്കേണ്ട ആവശ്യവുമില്ല. കണ്ടോ? അതേപോലെ തന്നെ അടുത്ത സൈഡിലും അതങ്ങ് പിടിപ്പിക്കുകയാണ്. അടുത്ത സൈഡിലും അതേപോലെ അങ്ങ് പിടിപ്പിക്കുക. രണ്ട് സൈഡും അങ്ങനെ പിടിപ്പിച്ചെടുക്കുകയാണ്. കണ്ടോ? നല്ല കവർ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും പിടിപ്പിച്ചു. ഇനി നമുക്കിതിൽ സ്റ്റച്ച് ലേസ് പിടിപ്പിക്കുക വേണ്ട. നേരത്തെ ഞാൻ എടുത്ത് കാണിച്ചില്ലേ, സ്റ്റച്ച് ലേസ് എന്ന് പറയുന്നത് സൈഡിൽ കൂടെ പിടിപ്പിക്കാനുള്ളതാണത്. ഇനി നമ്മൾ അത് പിടിപ്പിക്കണം. നമുക്ക് ആദ്യം അതിനിടയ്ക്ക് ഇതായിട്ട് അത് നിവർത്തി വെച്ച് അത് ചെറിയൊരു വലിവ് കൊടുക്കണം. നമ്മളത് അടിക്കുന്ന സമയത്ത് ഇത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു വലിവ് കൊടുത്തങ്ങ് അടിക്കണം. നന്നായി അടിച്ചങ്ങ് വിടാം. അതിൻ്റെ അരികിനൂടെ മുത്തുപോലെ അതിങ്ങനെ നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ് ഈ ബ്രേസർ. അതേപോലെ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടാണെങ്കിലും ബാക്ക് ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് തന്നെ നിൽക്കും. ഇതിപ്പോൾ 36 ഇഞ്ച് ബ്രേസറാണ്. ഇത് നമ്മൾ 28 മുതൽ 46 ഇഞ്ച് വരെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതിൽ കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ അടിച്ചു കൊടുക്കും. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം നമ്മൾ ആ സാധനം എത്തിച്ചു കൊടുക്കും ആവശ്യപ്പെടുന്നവർക്ക്. തയ്ച്ചതുണ്ടെങ്കിൽ അന്നേരം തന്നെ കൊടുക്കും. അതല്ല എങ്കിൽ തയ്ച്ച് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നത്. അതിന് സ്റ്റച്ച് ലേസ് എന്ന് പറയാം. മുത്ത് ലേസ് എന്നും പറയുന്നവരും ഉണ്ട്. അത് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി അത് നമുക്ക് മറിച്ചൊന്നടിക്കണം. ഇനി അതൊന്ന് മറിച്ചടിക്കണം. ഓൾറെഡി അന്നേരം തന്നെ അടിച്ച് ഞാൻ അങ്ങോട്ട് കാണിക്കുകയാണ്. അത് തയ്ച്ച് വെച്ചതും വീഡിയോ എടുത്ത് വെച്ചതുമല്ല, ലൈവായിട്ട് തന്നെ. ഞാൻ ഒന്ന് മടക്കി വെച്ച് ഇങ്ങനെ അടിക്കുക. അത് കഴിഞ്ഞ ശേഷം തിരിച്ചിട്ട് അതിൻ്റെ വക്കിനോട് ഒരൊറ്റ അടിയും കൂടെ കൊടുക്കുമ്പോൾ അത് നല്ല മുത്തുലേസ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ബ്ലൗസിന് ഇട്ടാലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. നന്നായി നിൽക്കും. ഇത്രയുള്ള അതിൻ്റെ പണി. ഇതാന്ന് പറയുമ്പോൾ പണി തീരും. അതടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിക് പിടിപ്പിക്കുക, കൈയുടെ സ്ട്രാപ്പ് പിടിപ്പിക്കുക,
പിന്നെ അടിയിൽ സ്റ്റിച്ച് ലേസ് പിടിപ്പിക്കുക, ഹൈലൈറ്റ് പിടിപ്പിക്കുക. ഇനി നമുക്ക് ആ ഇലാസ്റ്റിക് ഉണ്ടോ, അതിൻ്റെ ഭംഗിയുണ്ടോ, അരികിനോടിരിക്കുന്നുണ്ടോ, നല്ല ഭംഗി അത് കാണാൻ. നല്ല വി ആയിട്ട് ഫ്രണ്ട് വശം, കഫിൻ്റെ ഫ്രണ്ട് വശം നല്ല വി ആയിട്ടിരിക്കും നമ്മുടെ ഫ്രണ്ട് കഴുത്ത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോർത്ത് വെച്ചില്ലേ, ആ കോർത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്കൊന്ന് അടിക്കാം. അത് അടിച്ചതൊന്ന് കോർത്തെടുക്കണം. ഇനി അത് നമുക്ക് കോർത്തങ്ങെടുക്കാം. അടിച്ചു കഴിഞ്ഞാൽ ആ ബക്കിളിനകത്തൂടെ കോർത്തിങ്ങെടുത്താൽ മതി. രണ്ടും ഞാൻ അവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. കോർത്ത് വെച്ചതൊന്നും കൂടെ കാണിച്ചു തരിക നിങ്ങൾക്ക്. ഇങ്ങനെയാണ് കോർക്കുന്നത്. ഞാൻ ആദ്യം കോർത്ത് വെച്ചതാണ്, എന്നിട്ട് ഞാനത് ഊരിയെടുത്ത് വെച്ച് നിങ്ങളെ കാണിച്ചു തരികയാണ് ഇങ്ങനെ കോർക്കാൻ. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിച്ച് കോർത്താൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രാപ്പ് കയറ്റി ഇറക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ വള്ളി ഇതിൽ പിടിപ്പിക്കാം. എന്നാ ആ വള്ളി അതിൽ പിടിപ്പിച്ച് നന്നായി അങ്ങ് മറിക്കണം. അങ്ങനെ വെച്ചടിച്ചങ്ങ് മറിക്കും. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ആദ്യം അടിക്കുന്നത്. ആ സ്റ്റിച്ചിന് സെൻറ്ററിൽ കൂടി ഒരു ലൈനിങ് ഉണ്ട്, ഒരു ലൈനുണ്ട്. ആ ലൈനെ കൂടെ അങ്ങ് അടിച്ചാൽ മതി. ഇവിടെ വന്ന് പഠിക്കേണ്ടവർക്ക് ഇവിടെ വന്നും പഠിക്കാം കേട്ടോ. ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും പഠിക്കാം. അത് ആ ചിരിത്തുമ്പ് നീണ്ടു നിൽക്കുന്നതിനകത്തേക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ അടിയിലേക്ക് അങ്ങ് ആക്കിയതാണ്. ആക്കിയിട്ട് അങ്ങ് അടിക്കാതെ. രണ്ട് സൈഡും പിടിപ്പിക്കണം. രണ്ട് സൈഡും പിടിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് അത് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് പിടിപ്പിക്കണം. ഇത് മടക്കി അടിക്കുന്നതൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അടിയിൽ ഇലാസ്റ്റിക് പിടിപ്പിക്കണം കാണിച്ചു തരാം. കണ്ടോ, ഇത് ആ സൈഡിൽ ആ കഫിൻ്റെ മുകളിലാണ് അത് മടക്കി പിടിപ്പിക്കുന്നത്. രണ്ട് കൈയും പിടിപ്പിക്കണം ഫ്രണ്ടിലോട്ട്. ബേക്ക് വശം നമ്മൾ അടിച്ച് മറിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെങ്ങും തയ്യൽ തുമ്പ് കാണുകയില്ല, ഒരു സ്ഥലത്തും തയ്യൽ തുമ്പ് കാണത്തില്ല. ഇതെല്ലാം കവർ ചെയ്താണ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എങ്ങും തയ്യൽ തുമ്പ് കാണത്തില്ല, നമ്മുടെ ദേഹത്തൊന്നും തയ്യൽ തുമ്പ് തട്ടുകയില്ല.
ഇനി നമുക്ക് അടിയിൽ ഇലാസ്റ്റിക് പിടിപ്പിക്കാം. അടിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിൽ അടിയിൽ ഇലാസ്റ്റിക് പിടിപ്പിക്കുക, കൊളുത്തുകൾ പിടിപ്പിക്കുക. അത്രയേ ഉള്ളൂ ഇനി ഇതിന് പണി. അടിയിൽ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് മറിച്ചങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അങ്ങ് കവർ ചെയ്ത് പോകും. അതിൻ്റെ തുമ്പും നമുക്ക് കാണത്തില്ല. അതിൻ്റെ തുമ്പ് ഉള്ളിൽ പൊക്കോളും. ഇത് ചെയ്ത് നോക്കണം. ഇങ്ങനെയും കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് അടിച്ച് നിങ്ങൾക്ക് ശരിക്കും പഠിച്ചോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാനതങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് തയ്ക്കുന്നത്. അതല്ലെങ്കിൽ ഓരോ പീസ് എടുത്തിട്ട് കൂട്ടി ജോയിപ്പിച്ചതിന് ശേഷം കാണിച്ചാലും മതി ഇന്ന പോലെ ചെയ്യാൻ. ഇതല്ല, നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതടിച്ച് നമുക്കങ്ങ് മറിച്ചാൽ മതി. അപ്പം അടിഭാഗം ഇലാസ്റ്റിക് ഉള്ളതും കഴുത്തിനും ഭാഗത്തും കക്ഷത്തുമൊക്കെ ഇലാസ്റ്റിക് ഉള്ളതുമായിട്ടൊരു ബ്രേസറാണിത്. പെട്ടെന്ന് ഇതിൻ്റെ പണി തീരും. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ 1/2 മണിക്കൂറോളം പിടിക്കും കേട്ടോ. പിന്നെ ഞാനിതിങ്ങനെ കാണിച്ചും പറഞ്ഞും ആയതുകൊണ്ട് എനിക്ക് കുറച്ച് താമസം വന്നിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഞാൻ കാണിക്കുകയാണ്, ഫുള്ളും കാണിച്ചുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ താമസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന്. ഇനി നമുക്കിതിൻ്റെ കൊളുത്തൂങ്ങ് പിടിപ്പിച്ചാൽ ഒരു ബ്രേസറിൻ്റെ വർക്ക് തീർന്നു, ഫിനിഷാവും. അതിൻ്റെ കൊളുത്താണ് നമ്മൾ ആദ്യം പിടിപ്പിക്കുന്നത്. ഹൈലൈറ്റ് എന്നാണ് ഇതിന് പറയുക. ഒരു ഈസി വർക്കാണ്. ഇത് ഇങ്ങനെ 1-2 മോഡലല്ല, ഞാൻ 10-40 മോഡൽ ബ്രേസർ ഞാൻ തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പല അളവുകളിലായിട്ട് തയ്ക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ വർക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ ജീവിക്കുന്ന ഈ വർക്ക് കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് അപ്പുറത്തതും കൂടെ പിടിപ്പിച്ചാൽ അതിൻ്റെ പണി തീരും. കൊളുത്ത് പിടിപ്പിച്ചു. ഇനി നമുക്ക് അപ്പുറത്തേക്ക് മറ്റേ ഇത് കൊളുത്താനുള്ളത് പിടിപ്പിക്കാം. അതിന് അയ്യെന്ന പറയുക. അങ്ങനെ ഈ ഒരു ബ്രേസറിൻ്റെ വർക്ക് നമുക്ക് തീർന്നിരിക്കുകയാണ്. ഇനി ആ സൈഡും കൂടി പിടിപ്പിച്ചാൽ, സൈഡിലൂടെ ഒന്ന് അടിച്ചാൽ പണി തീരും. പിന്നെ ലോക്കല്ല, എംബ്രോയ്ഡറി മെഷീൻ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഈ കൊളുത്തിൻ്റെ ചുറ്റോടി ഇട്ടും അടിക്കും. അതിന് ശേഷം
അതിൻ്റെ മെഷീനുണ്ട്. ഇങ്ങനെ അടിച്ചിട്ടാകുമ്പം നമുക്ക് ആ അടി കറക്റ്റായിട്ട് പൊക്കോളൂ. അതിനാണ് ഞാനിങ്ങനെ അങ്ങ് അടിക്കുന്നത്. ആ ഒരു ബ്രേസറിൻ്റെ വർക്ക് നമുക്ക് തീർന്നിരിക്കുകയാണ്. ഇനി അത് നൂല് വെട്ടി മടക്കിയെടുത്താൽ മാത്രം മതി. ഞാനത് മറ്റേ മെഷീനെ കൊണ്ടുപോയി അടിച്ചു കൊണ്ടുവന്നു. കാരണം അത് അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതുകൊണ്ടാണ് ആ മെഷീനിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു കൊണ്ടുവന്ന് കാണിക്കാത്തത്, അതടിക്കുന്നത് കാണിക്കാത്ത. അത് സാധാരണ ടേബിളെ വെച്ചിട്ടടിക്കുന്ന മെഷീനാണ്. അതാണ് ഞാൻ അന്നേരം കുറച്ച് നേരം കാണിക്കാതിരുന്നത്. അത് തയ്ക്കാൻ പോയിക്കായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാം തയ്ച്ച് വർക്കെല്ലാം തീർന്നതാ. ഒരു ബ്രേസർ എടുത്ത് ആ ബ്രേസർ ഇനിയിപ്പം നൂല് വെട്ടി ഞാൻ മടക്കിയെടുക്കാൻ പോവുകയാണ്. കണ്ടോ, ആ ബ്രേസർ നന്നായി ഇങ്ങോട്ട് മടക്കി അതിൻ്റെ ആ ഒരു കപ്പിൻ്റെ ഉള്ളിലോട്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സൈഡും ഇതെല്ലാം കൂടി ആദ്യത്തേക്കാക്കി അങ്ങ് മടക്കുക. നല്ല ഒതുങ്ങിയിരുന്നോളും, നന്നായി ഒതുങ്ങിയിരുന്നോളും ബ്രേസർ. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് ഇത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കും ബ്രേസർ. സ്കിൻ കളറാണ്, നല്ലൊരു ബ്രേസറാണ്. ഇത് ABC കപ്പിൽ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ